ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി വിവാദം മുറുകുകയാണ്. പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക് എന്നതിലാണ് മുന്നണികളുടെ വാക്പോര്. വൈകി വന്ന ക്ഷണം നിരസിക്കുകയാണെന്നും ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക്? ഇതേ ചൊല്ലി വിവാദങ്ങൾ അലയടിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ ക്രെഡിറ്റ് LDF തട്ടിയെടുക്കുന്നു എന്നാണ് UDF പരാതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കൊടുക്കാനും വാങ്ങാനും പറ്റുന്നതല്ല, അത് ജനങ്ങൾ നൽകേണ്ടതാണ്. വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റിൽ നിന്നും ഉമ്മൻചാണ്ടിയെ മാറ്റാൻ ഒരു ഭരണാധികാരിക്കും പറ്റില്ല. ഉമ്മൻചാണ്ടിനെ അഴിമതിയിൽ അങ്ങോട്ട് മുക്കിയെടുക്കാൻ നോക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ വിഴിഞ്ഞം ഹാർബർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയൊരു ശ്രമമുണ്ട്. ഞാനതിന് ദുഃസാക്ഷിയാണ് അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറെ ഫോട്ടോ ചെയ്യലും കുഴപ്പമൊന്നുമില്ല. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട അതൃപ്തിയും UDF മറച്ചുവെക്കുന്നില്ല. വിഴിഞ്ഞത്തേക്ക് ഇല്ലെന്ന് ആവർത്തിക്കുകയാണ് VD സതീശൻ. ഒരുമിച്ച് ആഘോഷിച്ചു, ഞങ്ങൾ അതിൽ പ്രതിഷേധമില്ല, നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു. ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും, ഇതിൽ ഒരുമിച്ച് ആഘോഷിച്ചു. അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത്. അത് അവരുടെ ഔചിത്യം. എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ പിന്നിൽ LDFന്റെ നിശ്ചയദാർഢ്യമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: അതേസമയം വിഴിഞ്ഞത്ത് പദ്ധതിയിൽ അവകാശവാദം ഉന്നയിച്ചുള്ള ഫ്ലക്സുകളും നിരന്നു. വാക്കുപാലിച്ചെന്ന് CPIM. ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങളുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച BJPയും വിഴിഞ്ഞത്ത് ഫ്ലക്സുകൾ നിരത്തി. 24 തിരുവനന്തപുരം.